നിയോഗിച്ചത്. കാലങ്ങൾക്കും ദേശങ്ങൾക്കും അനുസരിച്ച് പരിഷ്കാരങ്ങൾ വരുത്തി. അതിന്റെ സമ്പൂർണതയെ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പൂർത്തിയാക്കി. ഇനി ഒരു പുതുക്കലിനോ പരിഷ്കാരത്തിനോ ആവശ്യമില്ലാത്ത വിധം അത് സമ്പൂർണമാക്കിയിട്ടുണ്ടെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. വിശുദ്ധ ഖുർആന്റെ കർമ്മങ്ങളും ആചാരങ്ങളും വിശ്വാസങ്ങളും കേവലം ചടങ്ങുകളല്ല, യുക്തിക്കും വ്യക്തിക്കും തീർത്തും യോജ്യവും ബോധ്യമാണവ. മനുഷ്യന്റെ ജീവിത ലക്ഷ്യം എന്താണെന്ന് ഇസ്ലാം മതം പറയുന്നത് പോലെ വേറൊരു പ്രത്യയശാസ്ത്രത്തിനും പറയാൻ സാധ്യമല്ല എന്ന് തന്നെ ഇസ്ലാമിന്റെ അന്തസത്ത ഉയർത്തി കാണിക്കുന്നു. മനുഷ്യന്റെ ചലനങ്ങളെല്ലാം ഇസ്ലാമിന്റെ ഇടപെടലുകളുണ്ട്. അങ്ങടികള മുതൽ അന്താരാഷ്ട്രം വരെ. മാത്രമല്ല, മുസ്ലിമായ ഒരാൾ ഇസ്ലാമിന്റെ ചട്ടക്കൂട്ടിൽ ഒതുങ്ങി ജീവിക്കണമെന്ന് ഇസ്ലാം നിഷ്കർഷിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ പറ്റി പറയുന്നില്ല. ഭൂമുഖത്ത് എത്ര തന്നെ മതങ്ങൾ ഉണ്ടായാലും ലോകത്ത് സൃഷ്ടിച്ച നാഥന്റെ മതമായ ഇസ്ലാം മാത്രമാണെന്നും അത് സ്വീകരിച്ചാൽ മാത്രമേ മനുഷ്യർക്ക് രക്ഷയുള്ളൂ നാം മനസ്സിലാക്കുക. അതിനുവേണ്ടിയാണ് അല്ലാഹു നമ്മുടെ മുത്തുനബിയെ നമ്മളിലേക്ക് നിയോഗിച്ചത്. ആ മുത്തുനബിയുടെ ജന്മസുദിനത്തിനാണ് നാം ഇന്ന് ഏവരും നിലകൊള്ളുന്നത്. ആ മുത്തുനബിയെ സ്നേഹിച്ച് അവിടുത്തെ അനുധാവനം ചെയ്ത് അല്ലാഹുവിന്റെ അടിമയായി ജീവിക്കാൻ നാം